ഡൽഹിയിലെ BJP വിജയം ഇന്ത്യ മുന്നണിക്കുള്ള പാഠമെന്ന് DMK. ഒരുമിച്ച് നിന്നാൽ മാത്രമേ BJPയെ പരാജയപ്പെടുത്താൻ കഴിയൂ. DMK വക്താവ് TK സിളങ്കോവൻ 24നോട് ഇക്കാര്യം പറഞ്ഞു. ആം ആദ്മി കോൺഗ്രസിനെ ഒപ്പം കൂട്ടണമായിരുന്നു. 2% വോട്ട് വ്യത്യാസത്തിൽ മാത്രമാണ് BJP ജയിച്ചു കയറിയതെന്നും TK സിളങ്കോവൻ 24നോട്. If the Congress and AAP had aligned, Congress had got 6% of votes. If both have allied, I think the results might have been different. Congress is a major party and they can rule the country. But when the question of states come, every regional party will like to contest and have more seats. That is politics. So it is for the Aam Aadmi, they were the rulers. They should have taken Congress with them. They would have won. That is for the Aam Aadmi to consider. ചെന്നൈയിൽ നിന്നും മുഹമ്മദ് റഗീസ് വിശദാംശങ്ങളുമായി ചേരുന്നു. റഗീസ്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇളങ്കോവൻ എന്തൊക്കെയാണ് പറയാതെ പറയുന്നത്? SKN ഇന്ത്യ മുന്നണിയിൽ തന്നെ കോൺഗ്രസിന്റെ ആ ഒരു നേതൃത്വം ഏറ്റവും അധികം അംഗീകരിക്കുന്ന പാർട്ടിയാണ് DMK. എപ്പോഴും കോൺഗ്രസുമായി രമ്യതയിൽ പോകാൻ മാത്രം ആഗ്രഹിച്ച് അവർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഈ ഡൽഹിയിലെ തോൽവിയിൽ, ആം ആദ്മിയുടെ ഈ ഒരു തോൽവിയിൽ ശരിക്കും ഈ DMK അടക്കമുള്ള പാർട്ടികൾക്ക് കടുത്ത അമർഷമുണ്ട്. കാരണം കോൺഗ്രസ് പിടിച്ച 6% വോട്ട് അതൊരു ചെറിയ കണക്കല്ല. 2% വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം ആം ആദ്മി തോൽക്കുന്നു. ഒപ്പം തന്നെ 14 മണ്ഡലങ്ങളിൽ ഈ ആം ആദ്മി തോറ്റ മാർജിൻ അത് കോൺഗ്രസ് പിടിച്ച വോട്ടാണ് എന്ന് കണക്കുകൾ സഹിതമുണ്ട്. മറിച്ച് ഈ പ്രചാരണ രംഗത്ത് രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും തമ്മിലുണ്ടായ വാക്കേറ്റമൊക്കെയും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ വലിയ തോതിൽ അലട്ടുന്ന സമയത്താണ് ഇപ്പോൾ DMKയും ഇരു പാർട്ടികൾക്കും എതിരെ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഇതൊരു വലിയ പാഠമാണ് എന്ന് DMK പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയം വരുമ്പോൾ പല പാർട്ടികളും പല തട്ടിൽ നിൽക്കുന്നു. ഇത് വോട്ട് വിഭജിക്കാൻ കാരണമാവുകയും BJPയുടെ വിജയം എളുപ്പത്തിലാക്കുകയും ചെയ്യുന്നു എന്ന് DMK പറയുന്നു. ശരിക്കും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പാർട്ടി എന്ന തരത്തിൽ കോൺഗ്രസിനെ ഒപ്പം കൂട്ടണമായിരുന്നു. ആദ്യം തന്നെ ഒരു സഖ്യസാധ്യത ആം ആദ്മി പാർട്ടി തള്ളിക്കളഞ്ഞു. ഇത് വലിയ തോതിൽ ദോഷം ചെയ്തു. ഒപ്പം കോൺഗ്രസും ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് തന്നെയാണ്. കാരണം അവർ ഈ ഒരു തരത്തിൽ രാജ്യം ഭരിക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ്. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഡൽഹി പോലൊരു സംസ്ഥാനത്ത് വളരെ കുറച്ച് സ്വാധീനം മാത്രമുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസും ആം ആദ്മിക്കൊപ്പം ചേരണമായിരുന്നു. അതിന് നേതൃത്വം അല്ലെങ്കിൽ അതിനൊരു ആദ്യപടി എന്നോണം ഒരു തീരുമാനം ആം ആദ്മിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഈ DMK പറഞ്ഞു വെക്കുന്നുണ്ട്. DMK നേതാക്കളും ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ അസ്വസ്ഥനാണ്. പ്രധാനപ്പെട്ട പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് അവർ ഈ ഒരു പ്രതികരണം തുറന്ന് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരും തെരഞ്ഞെടുപ്പുകളിൽ ഇതൊരു പാഠമായി ഉൾക്കൊണ്ട് സഖ്യസാധ്യതകൾ തേടണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം BJPയുടെ വിജയത്തിനെയും ഈ വോട്ട് ശതമാനം വെച്ചുകൊണ്ടാണ് DMK അളക്കുന്നത്. അങ്ങനെ വരും തെരഞ്ഞെടുപ്പുകളിൽ ഓരോ സംസ്ഥാനത്തും അതിന്റെ സാധ്യതകൾ തേടണമെന്നാണ് DMK പറഞ്ഞു വെക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് റഗീസാണ് ചെന്നൈയിൽ വിവരങ്ങൾ നൽകിയത്.